രാജ്യം അതിന്റെ ഭൂമിശാസ്ത്രപരമായ അനുഗ്രഹങ്ങൾ, ചരിത്രപരമായ ശാപങ്ങൾ, വികസന സാധ്യതകൾ, നിലവിലെ പ്രതിസന്ധി എന്നിവയുടെ എല്ലാം നേർചിത്രമാണ് സുഡാൻ. ആഫ്രിക്കൻ വൻകരയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം പ്രകൃതിയുടെ വരദാനമായ നൈൽ നദിയുടെ ഈർപ്പവും വിശാലമായ മരുഭൂമിയുടെ വരൾച്ചയും ഒരുപോലെ പേർന്നു. 5.2 കോടി ജനങ്ങളും ഇന്ത്യയുടെ ഏകദേശം പകുതി വലിപ്പമുള്ള ഭൂപ്രദേശവും 18 സംസ്ഥാനങ്ങളുമായി നിലകൊള്ളുന്ന സുഡാൻ ഇന്ന് ലോക ശ്രദ്ധയിൽ നിറയുന്നത് അതിന്റെ രാഷ്ട്രീയ അസ്ഥിരതയുടെയും ആഭ്യന്തര യുദ്ധത്തിന്റെയും അതിക്രൂരമായ കൂട്ടക്കൊലകളുടെയും പേരിലാണ്. സുഡാന്റെ ഭൂപ്രകൃതി അതിന്റെ നിലനിൽപ്പിന്റെയും സംഘർഷങ്ങളുടെയും അടിസ്ഥാനമാണ്. രാജ്യത്തിന്റെ ഏകദേശം 60% പ്രദേശവും സഹാറ മരുഭൂമിയുടെ ഭാഗമാണ്. എന്നാൽ ബാക്കിയുള്ള 40%, പ്രത്യേകിച്ച് നൈൽ നദിയുടെ തീരങ്ങൾ, അതിശക്തമായ ഫലഭൂയിഷ്ടിയുള്ള മണ്ണാണ്. ഈ വൈരുദ്ധ്യം സുഡാന്റെ സമ്പദ് വ്യവസ്ഥയുടെയും ജീവിത രീതിയുടെയും കാതലാണ്. നൈൽ നദിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സുഡാന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. 6650 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദിയുടെ ഏകദേശം 43%, അഥവാ 2900 കിലോമീറ്റർ സുഡാനിലൂടെയാണ് ഒഴുകുന്നത്. ഈ നൈൽ തീരങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാഡിയാണ്. രാജ്യത്തെ 70% മനുഷ്യരും കൃഷിക്കാരായതിനാൽ ഗോതമ്പ്, അരി, ചോളം, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ നൈലിന്റെ ഔദാര്യത്തിലാണ് തഴച്ചു വളരുന്നത്. ഒട്ടകം, പശു, ആട്, കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ ആശ്രയിച്ചുള്ള ഒരു പരമ്പരാഗത ജീവിത രീതിക്ക് നൈൽ നദി അടിത്തറ നൽകുന്നുണ്ട്. എന്നാൽ സുഡാനെ സംബന്ധിച്ചിടത്തോളം നൈൽ നൽകുന്ന ജലത്തേക്കാൾ വലുതാണ് അതിന്റെ മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി, സ്വർണം. ഇതാണ് സുഡാന്റെ അനുഗ്രഹവും അതേസമയം നിലവിലെ ദുരിതങ്ങളുടെ പ്രധാന ശാപവും. പ്രതിവർഷം ഔദ്യോഗികമായി 90 ടൺ സ്വർണമാണ് സുഡാനിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നത്. അനൌദ്യോഗികമായ കണക്കുകൾ ഇതിലും എത്രയോ വലുതാണ്. ലോകത്തിലെ വലിയ സ്വർണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സുഡാൻ. ഈ മഞ്ഞലോഹം വിദേശ ശക്തികളെയും അന്താരാഷ്ട്ര മാഫിയ സംഘങ്ങളെയും സുഡാനിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുകയാണ്. രാജ്യത്തിന്റെ സ്വാഭാവിക വിഭവങ്ങൾ അതിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് പകരം ആഭ്യന്തര കലഹങ്ങൾക്കും വിദേശ ഇടപെടലുകൾക്കുമുള്ള ഇന്ധനമായി മാറുന്ന ദുരവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. സുഡാനിലെ 95% വരുന്ന ജനവിഭാഗം മുസ്ലിങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലടക്കം പ്രവാസികളായി ജീവിക്കുന്ന സുഡാനികളെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത്. നല്ല മനുഷ്യർ എന്ന വിശേഷണം അവർക്ക് സ്വന്തമാണ്. ഈ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ സൂഫി ഇസ്ലാമിന് വലിയ സ്വാധീനമുണ്ട്. സൂഫിസത്തിന്റെ സമാധാനപരമായ കാഴ്ചപ്പാടുകൾ സുഡാനിലെ ജനങ്ങളെ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും സമാധാനപ്രിയരുമാക്കുന്നുമുണ്ട്. കർഷക ജീവിതത്തിന്റെ ലാളിത്യവും മതപരമായ സഹനശീലവും അവരുടെ മുഖമുദ്രയാണ്. സുഡാനികൾ വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകുന്നവരാണ്. ഉന്നത വിദ്യാഭ്യാസം തേടി ഓരോ വർഷവും 100 കണക്കിന് വിദ്യാർത്ഥികൾ മലേഷ്യയിലെയും ചൈനയിലെയും യൂണിവേഴ്സിറ്റികളിൽ എത്തുന്നുമുണ്ട്. ഇത് രാജ്യത്തിനകത്തെ പരിമിതികളെ മറികടന്ന് ലോകത്തെ അറിയാനും അറിവ് നേടാനും അവർക്കുള്ള താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാപാര മേഖലയിലും ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ സുഡാനികളുടെ സാന്നിധ്യമുണ്ട്. സുഡാന്റെ ഈ ചിത്രം യുദ്ധത്തിന്റെയും പട്ടാള ഭരണത്തിന്റെയും തലക്കെട്ടുകൾക്കപ്പുറം വിദ്യാഭ്യാസം, കൃഷി, സമാധാനം എന്നിവയെ വിലമതിക്കുന്ന ഒരു ജനതയുടെ കഥ പറയുകയാണ്. എന്നാൽ ഈ ജനതയാണ് വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര കലാപങ്ങളുടെ ഇരകളാകുന്നത്. ബ്രിട്ടന്റെയും ഈജിപ്തിന്റെയും സംയുക്ത കോളനി ഭരണത്തിന് കീഴിലായിരുന്നു സുഡാൻ. 1956 ജനുവരി 1 രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദം അധികകാലം നീണ്ടു നിന്നില്ല. 1955 തന്നെ ആരംഭിച്ച ആഭ്യന്തര കലാപങ്ങളാണ് തുടർന്നുള്ള പതിറ്റാണ്ടുകളിലെ സുഡാൻ ചരിത്രത്തെ നിർവചിക്കുന്നത്. സുഡാനിലെ ആദ്യത്തെ ആഭ്യന്തര യുദ്ധം 17 വർഷം നീണ്ടു. തെക്കൻ വടക്കൻ പ്രദേശങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷം വംശീയവും മതപരവുമായ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇതിൽ 5 ലക്ഷം പേർ കൊല്ലപ്പെടുകയും 10 ലക്ഷം പേർ അഭയാർത്ഥികളാവുകയും ചെയ്തു. 1983 തുടങ്ങി 2005 വരെ നീണ്ടുനിന്ന രണ്ടാമത്തെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീകരത ഇതിലും വലുതായിരുന്നു. 20 ലക്ഷം പേരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഈ നീണ്ട സംഘർഷങ്ങളുടെ എല്ലാം അന്തിമ ഫലമായിരുന്നു 2011 ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ ദക്ഷിണ സുഡാൻ വേർപെട്ട് മറ്റൊരു രാജ്യമായി മാറിയത്. ഇതോടെ വടക്കൻ തെക്കൻ പ്രശ്നം അവസാനിച്ചെങ്കിലും സുഡാന്റെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. സുഡാൻ സ്വാതന്ത്ര്യം നേടിയ 1956 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ജനാധിപത്യ സർക്കാരുകൾക്ക് അവിടെ വളരെ കുറഞ്ഞ ആയുസ്സാണ് ഉണ്ടായിരുന്നതെന്ന് കാണാം. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ എന്നും ഭരിച്ചത് പട്ടാള ഭരണകൂടങ്ങളുടെ ഒരു പരമ്പരയാണ്. 1958 നടന്ന ആദ്യ അട്ടിമറിയോടെയാണ് ഈ പ്രവണത ആരംഭിക്കുന്നത്.
ജനറൽ ഇബ്രാഹിം അബൂദ് 1958 മുതൽ 1964 വരെ രാജ്യം ഭരിച്ചു. പിന്നീട് കുറച്ചു കാലത്തെ സിവിലിയൻ ഭരണത്തിന് ശേഷം 1969 കേണൽ ജാഫർ നിമൈറി അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ സുഡാൻ 1985 വരെ തുടർന്നു. എന്നാൽ സുഡാനീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരം കൈയാളിയത് ഒമർ അൽ ബഷീർ ആയിരുന്നു. 1989 അധികാരത്തിലെത്തിയ ബഷീർ 2019 വരെ 3 പതിറ്റാണ്ടോളം രാജ്യത്തെ അടക്കി ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണമാണ് ദാർഫൂർ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയതിലൂടെ കുപ്രസിദ്ധി നേടിയത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബഷീറിനെതിരെ യുദ്ധക്കുറ്റത്തിനും വംശഹത്യയ്ക്കും കേസെടുത്തിട്ടുണ്ട്. 2019 ബഷീറിനെതിരായ ബഹുജന പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈന്യം അദ്ദേഹത്തെ അട്ടിമറിച്ചു. തുടർന്ന് ഒരു സിവിലിയൻ സൈനിക സംയുക്ത ഭരണകൂടം രൂപീകരിക്കുകയും ജനാധിപത്യത്തിലേക്കുള്ള മാറ്റത്തിന് തുടക്കമിടുകയും ചെയ്തു. പ്രധാനമന്ത്രിയായ അബ്ദുള്ള ഹംദോക്ക് അധികാരമേറ്റു. എന്നാൽ ഈ പരിവർത്തനത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 2021 ഒക്ടോബർ 25 ആഭ്യന്തര കലഹങ്ങൾക്കിടയിൽ ആർമി കമാൻഡർ ജനറൽ അബ്ദുൽ ഫത്താഹ് ബുർഹാൻ നേതൃത്വം നൽകിയ അട്ടിമറിയിലൂടെ സിവിലിയൻ ഭരണകൂടത്തെ തകർത്തു. ഹംദോക്ക് ഉൾപ്പെടെയുള്ള നേതാക്കളെ തടങ്കലിലാക്കി ബുർഹാൻ ഭരണം ഏറ്റെടുത്തു. ഇതാണ് സുഡാനിൽ നിലവിലുള്ളതും 4ാമത്തേതുമായ പട്ടാള ഭരണകൂടം. ഇത് രാജ്യത്തെ വീണ്ടും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും നിലവിലെ ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിലേക്കും നയിച്ചു. ഇപ്പോൾ സുഡാനിൽ നടക്കുന്നത് ജനറൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ടേഴ്സ് ഫോഴ്സും തമ്മിലുള്ള അധികാര പോരാട്ടമാണ്. 2021 അട്ടിമറിക്ക് ശേഷം ഉടലെടുത്ത ഈ പ്രശ്നം 2023 ഏപ്രിലിൽ ഒരു മുഴുനീള യുദ്ധമായി മാറി. ഈ യുദ്ധത്തിന്റെ കാതൽ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമാണെങ്കിലും അതിന്റെ ആത്യന്തിക ലക്ഷ്യം സുഡാന്റെ സ്വർണ്ണ ഖനന മേഖലയുടെ മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണമാണ്. RSFന് സ്വർണ്ണ ഖനനത്തിലും വിദേശ ബന്ധങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. സൈന്യവും RSFും തമ്മിലുള്ള ഈ പോരാട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ആർക്ക് സ്വന്തമാക്കാമെന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. ഈ യുദ്ധം ഏറ്റവും ക്രൂരമായ രൂപത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് ദാർഫൂർ മേഖലയിലാണ്. വംശീയമായ വേർതിരിവുകൾക്ക് ചരിത്രപരമായ കാരണങ്ങളുള്ള ഈ പ്രദേശത്ത് ഇരുവിഭാഗങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ സിവിലിയൻ കൂട്ടക്കൊലകളിലും ബലാത്സംഗങ്ങളിലും വീടുകൾ കത്തിച്ചാമ്പലാകുന്നതിലും കലാശിക്കുന്നു. യുദ്ധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം കൊല്ലുന്നതിന് വംശവും വർഗവും ജാതിയും ഒക്കെ കാരണമായി തീരുമെന്ന ഭീകര സത്യമാണ് സുഡാനിൽ നാം കാണുന്നത്. നിഷ്പക്ഷരായ മനുഷ്യരാണ് ഇവിടെ ഇരകളാക്കപ്പെടുന്നത്. സുഡാനിലെ പ്രതിസന്ധികൾക്ക് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള താൽപര്യങ്ങൾക്കും വലിയ പങ്കുണ്ട്. സുഡാന്റെ സ്വർണത്തിന്റെ പ്രധാന വാങ്ങലുകാർ ഗൾഫ് രാജ്യങ്ങളിൽ അടക്കമുള്ളവരാണ്. സുഡാനിലെ സംഘർഷത്തിന് പിന്നിലെ സാമ്പത്തിക സൈനിക പിന്തുണകൾ അന്താരാഷ്ട്ര ഇടപെടലുകളിലേക്ക് വെളിച്ചം വീശുന്നു. സ്വർണം കയറ്റി അയക്കുന്നതിനുള്ള കള്ളക്കടത്ത് ശൃംഖലകളും ആയുധങ്ങൾ എത്തിക്കുന്ന വിദേശ ശക്തികളും സുഡാനിലെ പ്രതിസന്ധിയെ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റുന്നു. മാത്രമല്ല, ഇസ്രയേൽ ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായി സൈനിക സാമ്പത്തിക ഉടമ്പടികൾ ഒപ്പുവെക്കാൻ ധൈര്യം കാണിക്കുന്ന രാജ്യങ്ങളുടെ നടപടികളും ഈ ലേഖനം ചോദ്യം ചെയ്യുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്ന ഈ നയതന്ത്രം അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയാണ് തുറന്നു കാട്ടുന്നത്. നിരപരാധികളുടെ രക്തം ഒരു തലമുറയെ മാത്രമല്ല, അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ഓരോരുത്തരുമായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. സുഡാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന കേവലം ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമായി മാത്രം കാണാൻ കഴിയില്ല. സ്വർണം, അധികാരം, വംശീയ വിദ്വേഷം, വിദേശ ഇടപെടലുകൾ എന്നിവയുടെ എല്ലാം കറുത്ത കൈകളാൽ ഞെരുക്കപ്പെടുന്ന ഒരു ജനതയുടെ നിലവിളിയാണത്. മനുഷ്യത്വമുള്ളവർ അപലപിക്കേണ്ട കൊടും ക്രൂരതകളാണ് സുഡാനിൽ നടക്കുന്നത്. സമാധാനപ്രിയരും കർഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന സുഡാനിലെ ജനതയ്ക്ക് സമാധാനം തിരികെ ലഭിക്കണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം അതിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. സുഡാനിലെ പ്രതിസന്ധി ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ അതിന്റെ ജനതയ്ക്ക് ശാപമായി മാറുമെന്നതിന്റെ ആധുനിക ഉദാഹരണമാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പികളുടെ ദീർഘവീക്ഷണത്തെ സ്മരിച്ചുകൊണ്ട് സുഡാനിലെ നിരപരാധികളുടെ രക്തത്തിനു വേണ്ടി നിലകൊള്ളേണ്ടതും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനായി ശബ്ദമുയർത്തേണ്ടതും നമ്മുടെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്തമാണ്.